പോത്തിഗൈ മലയും താമ്രപർണി നദിയും മുത്തമിടുന്ന ഇടമാണ് മണിമുത്താർ ഡാം. പശ്ചിമഘട്ടത്തിന്റെ താഴ്വരത്തിലെ അതിമനോഹരമായ മണിമുത്താർ ഡാം കാഴ്ചയ്ക്ക് മാത്രമല്ല പ്രസിദ്ധം. കതിർമണികൾ വിളയുന്ന പാടശേഖരങ്ങളുടെയും മലയുടെയും ഇടയിലെ രത്നമാണിത്. തമിഴ്നാടിന്റെ തെക്കേ അറ്റത്തുള്ള തിരുനെൽവേലി ജില്ലയിലെ ഏറ്റവും വലിയ ഡാമാണ് മണിമുത്താർ. മാഞ്ചോലൈ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അരുവികൾ മണിമുത്താർ എന്ന മനോഹരമായ ഡാമിലേക്ക് എത്തുന്നു. താമ്രപർണി നദിയുടെ കൈവഴികളിലൊന്ന് മണിമുത്താറിൽ നിന്നാണ് പുറപ്പെടുന്നത്. പാടങ്ങൾക്കിടയിലൂടെയുള്ള പാതയെത്തുന്നത് മണിമുത്താർ ഡാമിൽ നിന്നുള്ള കനാലിനരികിലേക്ക്. ടിക്കറ്റ് വേണ്ട ഡാം കാണാൻ. മുകളിലേക്ക് നടന്നു കയറുമ്പോൾ താഴെ ഉദ്യാനം കാണാം. കാറ്റിന്റെ ശക്തി മരത്തലപ്പുകളിൽ നോക്കിയാൽ കാണാം. ആ പാറക്കൂട്ടത്തിന്റെ മുകൾ ഭാഗമാണ് വാച്ച് ടവർ ആക്കി മാറ്റിയിരിക്കുന്നത്. അഗസ്ത്യാർകൂടത്തിന്റെ മലനിരകളാണ് ജലാശയത്തിനപ്പുറം കാണുന്നത്. 118 അടിയാണ് പരമാവധി ജലസംഭരണത്തിന്റെ ഉയരം. ജലാശയ കാഴ്ചയ്ക്ക് ശേഷം പാറമുകളിലേക്ക് നടന്നു കയറാം. ആയിരത്തി 1958 ഡാം നിർമ്മിക്കപ്പെടുന്നത്. കാറ്റിനോട് മല്ലിട്ട് നിൽക്കുന്ന പാറക്കെട്ടുകളെ ബന്ധിപ്പിച്ച് ഒരു ഇരുമ്പ് പാലമുണ്ട്. അതിനിരുപുറവുമുള്ള 2 വ്യൂ പോയിന്റുകളിൽ നിന്ന് ജലാശയത്തിന്റെ പനോരമ കാഴ്ച ആസ്വദിക്കാം. കാറ്റിനോട് മല്ലിട്ട് പാലത്തിലൂടെ നടന്ന് അപ്പുറമെത്തിയാൽ മണിമുത്താർ ഡാം നനയ്ക്കുന്ന പാടശേഖരങ്ങളുടെ കണ്ണെത്താ ദൂര കാഴ്ചയാണ്. 6500 ഏക്കർ സ്ഥലം നനയ്ക്കാൻ ഈ ഡാമിലെ ജലം ഉപയോഗിക്കുന്നു എന്നറിയുമ്പോഴാണ് കേവലം വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല മണിമുത്താർ എന്ന കാര്യം മനസ്സിലെത്തുക. അംബാസമുദ്രം തന്റെ നിറഞ്ഞ പച്ചപ്പിനോട് നന്ദി പറയുന്നുണ്ട് മണിമുത്താർ ഡാമിനോട് എന്ന് തോന്നും. തിരികെ യാത്രയിൽ ട്രാവൽ നോട്ട്സ്. രാവിലെയോ വൈകിട്ടോ ഡാമിൽ എത്തുകയാണ് ഉചിതം. വെയിലിനെ പ്രതിരോധിക്കാൻ കുട കരുതുക. ലഘു ആഹാരം മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ. അതിനാൽ അംബാസമുദ്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വരിക. അംബാസമുദ്രം പട്ടണത്തിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമാണ് മണിമുത്താർ ഡാമിലേക്ക്. സെക്യൂരിറ്റി ഗാർഡുകൾ ഇല്ലാത്തതിനാൽ നമ്മുടെ സുരക്ഷ സ്വയം ഉറപ്പാക്കണം. ഒരിക്കലും ജലത്തിൽ ഇറങ്ങരുത്.